വെള്ളം ഒഴിച്ചേക്കാമെന്ന് വെച്ച് പുറത്തിറങ്ങിയത്. പക്ഷെ വെള്ളം തീർന്നു പോയി. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിയപ്പോഴാണ് മനസ്സിലായത് വീട് ലോക്കാണെന്ന്. അപ്പോഴാണ് ഓർത്തത് ബാക്കിലൂടെ കയറി കഴിഞ്ഞാൽ വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഓടിപ്പടിച്ച് ഒരു കോണിയും എടുത്ത് വീടിന്റെ ബാക്ക്, അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കോണിയും എടുത്ത് വീടിന്റെ മുകളിലോട്ട് കയറി അതിന്റെ സൺഷൈഡിൽ കൂടെ നടന്ന് എന്റെ മുകളിലെ റൂമിലെത്തി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ മതിലൊക്കെ ചാടി അകത്തോട്ട് എത്തിയത്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഡോർ ലോക്കാണെന്ന്. അങ്ങനെ വീണ്ടും തിരിച്ച് ഇതേപടി താഴത്തിറങ്ങി പോയിട്ട് വീടിന്റെ അകത്ത് കയറി മുകളിലോട്ട് പോയിട്ട് അവിടെയുള്ള ആ ഡോർ അങ്ങ് തുറന്നു വെച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചിറങ്ങി പോയിട്ട് വളരെ സിമ്പിളായി ഞാൻ അകത്ത് കയറി ഓടിപ്പോയി വീടിന്റെ ചാവിയും എടുത്ത് ഓടി വന്നു. അങ്ങനെ വീടിന്റെ ചാവിയും എടുത്ത് ഓടി ഞാൻ തിരിച്ചിറങ്ങി അതേപടി താഴോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീടും തോന്നുന്ന അകത്ത് കയറി മോട്ടർ ഇടാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കറണ്ട് ഇല്ല. കറണ്ട് വരുന്നതിന്റെ വീട്ടിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചേക്കാമെന്ന് വെച്ച് പുറത്തിറങ്ങിയത്. പക്ഷെ വെള്ളം തീർന്നു പോയി. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിയപ്പോഴാണ് മനസ്സിലായത് വീട് ലോക്കാണെന്ന്. അപ്പോഴാണ് ഓർത്തത് ബാക്കിലൂടെ കയറി കഴിഞ്ഞാൽ വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഓടിപ്പടിച്ച് ഒരു കോണിയും എടുത്ത് വീടിന്റെ ബാക്ക്, അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കോണിയും എടുത്ത് വീടിന്റെ മുകളിലോട്ട് കയറി അതിന്റെ സൺഷൈഡിൽ കൂടെ നടന്ന് എന്റെ മുകളിലെ റൂമിലെത്തി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ മതിലൊക്കെ ചാടി അകത്തോട്ട് എത്തിയത്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഡോർ ലോക്കാണെന്ന്. അങ്ങനെ വീണ്ടും തിരിച്ച് ഇതേപടി താഴത്തിറങ്ങി പോയിട്ട് വീടിന്റെ അകത്ത് കയറി മുകളിലോട്ട് പോയിട്ട് അവിടെയുള്ള ആ ഡോർ അങ്ങ് തുറന്നു വെച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചിറങ്ങി പോയിട്ട് വളരെ സിമ്പിളായി ഞാൻ അകത്ത് കയറി ഓടിപ്പോയി വീടിന്റെ ചാവിയും എടുത്ത് ഓടി വന്നു. അങ്ങനെ വീടിന്റെ ചാവിയും എടുത്ത് ഓടി ഞാൻ തിരിച്ചിറങ്ങി അതേപടി താഴോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീടും തോന്നുന്ന അകത്ത് കയറി മോട്ടർ ഇടാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കറണ്ട് ഇല്ല. കറണ്ട് വരുന്നതിന്റെ വീട്ടിലെ ചെടികൾക്ക്